പാഞ്ചാലി സ്വയംവരത്തിലെ പന്തയത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അർജുനൻ എഴുന്നേൽക്കാൻ ഭാവിക്കവേ അതിൻ്റെ ദിശയിൽ ഇരുന്നിരുന്ന ശിശുപാലൻ ചാടി എഴുന്നേറ്റു. ഇപ്പോൾ രാജാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു ബ്രാഹ്മണ യുവാവ് ഇതിൽ പങ്കെടുക്കാൻ എഴുന്നേറ്റതിലുള്ള അമർഷം നല്ലതുവരെയുണ്ട്. അതിനൊരു കാരണം അവർ പറഞ്ഞത് ബ്രാഹ്മണർക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ലെന്നതാണ്. ബ്രാഹ്മണർ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത് അന്നത്തെ നിയമത്തിൻ്റെ നിഷേധമാണ്. അവർക്കതിൽ പങ്കെടുക്കാൻ നിയമമില്ല. ബ്രാഹ്മണരുടെ വിവാഹം അത്തരത്തിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രാഹ്മണ യുവാവ് ഇതിൽ പങ്കെടുക്കുന്നത് രാജാക്കന്മാരെ, അവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്ന രാജാക്കന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിൻ്റെ കുറ്റം ധൃഷ്ടദ്യുമ്നനും പാഞ്ചാലനുമുള്ളതാണ്. പങ്കെടുക്കാൻ വന്ന ബ്രാഹ്മണർക്കുള്ളത്. ബ്രാഹ്മണർക്ക് പങ്കെടുക്കാം, അവിടെ അവർക്ക് വേദങ്ങൾ വ്യാഖ്യാനിക്കാം, അവർക്കവിടെ സംഗീത കച്ചേരി നടത്താം, കലാപരിപാടികൾ എന്തെങ്കിലും ആവിഷ്കരിക്കണമെങ്കിൽ അത് ആവിഷ്കരിക്കാം. അതിനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്, നടന്മാരുണ്ട്, നൃത്തം നടക്കുന്നുണ്ട് പല വേദികളിലും. മറ്റു തരത്തിലുള്ള ദൃശ്യകലകളുടെ രംഗാവിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണർക്ക് എന്തായാലും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല. അത് പാരമ്പര്യ ലംഘനമാണ്. സാമൂഹിക നീതിയുടെ അതുവരെയുള്ള നൈരന്തര്യത്തെ ലംഘിക്കുന്നതാണ് അത് എന്ന് പറഞ്ഞിട്ട് അതുവരെ സ്വയംവരത്തിൽ പങ്കെടുക്കാതിരുന്ന കാഴ്ചക്കാരനെ പോലെ ഒരുപാട് ആളുകൾ കാഴ്ചക്കാരായിട്ട് വന്നിട്ടുണ്ട്. യാദവന്മാരാരും പങ്കെടുക്കാൻ പാടില്ല സ്വയംവരത്തിൽ നിന്ന് കൃഷ്ണൻ നേരത്തെ തന്നെ അവർക്കെല്ലാവർക്കും ആജ്ഞ കൊടുത്തിരുന്നു. കൃഷ്ണൻ്റെ മക്കളും മറ്റ് വലിയ അവിടുത്തെ യാദവ പ്രമാണിമാരെല്ലാവരും ദ്വാരകയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരാരും ഇത് സ്വയംവരം കണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കുക, മടങ്ങിപ്പോവുക എന്നുള്ളതല്ലാതെ ആരും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവർ പാണ്ഡവന്മാർ ബ്രാഹ്മണ വേഷത്തിൽ ഇരിക്കുന്നത് ബലരാമനും കൃഷ്ണനും തിരിച്ചറിയുകയും ചെയ്തിരുന്നുവല്ലോ. അപ്പം ശിശുപാലൻ ചാടി എഴുന്നേറ്റ് വില്ലിൻ്റെ അടുത്തേക്ക് ചെന്നു. വില്ലെടുത്ത് കുലയ്ക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം മറിഞ്ഞു വീണു വില്ലിൻ്റെ തുമ്പ് കൊണ്ടുള്ള പുച്ഛം കൊണ്ടുള്ള അടി താടിക്ക് കിട്ടുകയും മറിഞ്ഞു വീണ് മുട്ടുപൊട്ടുകയും ചെയ്ത് അദ്ദേഹം മുടന്ന് പോയപ്പോൾ എല്ലാവരും ആർത്ത് ചിരിച്ചു. ചിരിക്കാൻ പാടില്ലെങ്കിലും. അത് കഴിഞ്ഞപ്പോൾ പൗണ്ഡ്രക വാസുദേവനുണ്ട്. നമ്മൾ നേരത്തെ ഒരു പൗണ്ഡ്രക വാസുദേവനെ സൂചിപ്പിച്ചിരുന്നല്ലോ. അദ്ദേഹവും വന്നിട്ടുണ്ട് ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ ചുരുക്കത്തിൽ ഭാരതവർഷത്തിലെ പ്രസിദ്ധരായ എല്ലാ രാജാക്കന്മാരും പ്രായമുള്ളവരും, ശല്യര് ചെന്നിട്ടുണ്ട്. സാധാരണത്തിൽ ശല്യർ അതിന് പോകുമെന്ന് നമ്മൾ വിചാരിക്കില്ല. ശല്യര് ചെന്നിട്ടുണ്ട്. ശല്യരും ഈ വില്ല് കുലയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളാണ്. അങ്ങനെ അദ്ദേഹം വില്ലിൻ്റെ അടി കൊണ്ടും ആ അടി കൊണ്ട് മറിഞ്ഞു വീണ് മുട്ടുപൊട്ടിയും മുടന്തി അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് അപമാനിതനായി തലകുമ്പിട്ട് ആരെയും നോക്കാതെ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന ആസനത്തിൽ, നേരത്തെ ഇരുന്നിരുന്ന ആസനത്തിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുന്നത്, ഇതൊക്കെ ഈ ബ്രാഹ്മണ യുവാവ് എഴുന്നേറ്റതാണ് ഇതിനെല്ലാം കാരണം. അല്ലെങ്കിൽ ഇവരൊന്നും പങ്കെടുക്കുമായിരുന്നില്ല. പ്രതിഷേധമാണ് കാണിക്കുന്നത്. ജരാസന്ധൻ ചെന്ന് വില്ല് കുലയ്ക്കാൻ ശ്രമിച്ച് അദ്ദേഹവും പരാജയപ്പെട്ട് മറിഞ്ഞു വീണ് അദ്ദേഹം പോന്നു. പക്ഷേ ഈ ശിശുപാലൻ വീണപ്പോൾ ചിരിച്ച് അത്രയും ചിരിയുണ്ടായില്ല. ഇപ്പോൾ ബ്രാഹ്മണർ ഇങ്ങനെ ഇത് അവരുടെ തോകർത്തെടുത്ത് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അർജുനൻ എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു ബ്രാഹ്മണൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് ധനുർവിദ്യ പഠിച്ച ഒരാൾ എഴുന്നേറ്റതിൻ്റെ സന്തോഷം സഹിക്കാൻ വയ്യാതെ അവർ ഈ തോകർത്തെടുത്ത് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ മാൻതോലെടുത്ത് വീശും. അന്ന് ഈ മാനിൻ്റെ തോല് ഘടിപ്പിച്ചിട്ടുള്ള ഒരു തുകർത്ത് പോലെ ഉള്ള ഒരു തുണി അവർ തോളത്തിടും. അപ്പോൾ അതും എടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ കയ്യിൽ സാധ്യായ കിണ്ടി ഉണ്ടാവും. ഈ ആചമനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധ്യായ കിണ്ടി അതും എടുത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണും.